നമുക്ക് ഇടുക്കിയിൽ സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഈ ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ യന്ത്രത്തിന് തകരാറുണ്ടായെന്നും പുതിയ യന്ത്രം എത്തിക്കുന്നുവെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായും ഈ പോളിംഗ് ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ വണ്ടിപ്പെരിയാറിൽ രണ്ടിടങ്ങളിൽ, അതായത് വണ്ടിപ്പെരിയാറിലെ തങ്കമലയിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ ടൗണിലും ഉൾപ്പെടെയുള്ള രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു യന്ത്ര തകരാറുണ്ടായിട്ടുള്ളത്. കൂടാതെ നെടുങ്കണ്ടം തൂക്കുപാലത്തും സമാനമായ രീതിയിൽ യന്ത്ര തകരാറുണ്ടായിട്ടുണ്ട്. ഈ മൂന്നിടത്തും ഈ തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ രാവിലെ തന്നെ പോളിംഗ് ആരംഭിക്കുമ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ആളുകളുടെ തിരക്ക് വളരെ കുറവാണ്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ആ ഒരു തിരക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തോട്ടം മേഖല, വണ്ടിപ്പെരിയാർ, പീരുമേട്, അതുപോലെ തന്നെ ദേവികുളം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിലവിൽ ഈ തോട്ടം മേഖലയിൽ ആളുകൾക്ക് ജോലിക്ക് പോകേണ്ടതുള്ളതിനാൽ ആ മേഖലകളിൽ നിലവിൽ നേരിയ തോതിൽ തിരക്കുണ്ട്. മറ്റിടങ്ങളിലെല്ലാം തന്നെ തിരക്ക് താരതമ്യേന കുറവാണ്. നമ്മളിപ്പോൾ ഉള്ളത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിക്കവല ബൂത്തും അതുപോലെ തന്നെ വാഴത്തോപ്പ് ബൂത്ത്, രണ്ട് ബൂത്തുകളാണ് ഈ ഒരു സ്കൂളിലുള്ളത്, ഗവൺമെന്റ് സ്കൂളിലുള്ളത്. ഇവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പോളിംഗ് നടപടികൾ ആരംഭിക്കുന്നത്. രാവിലെ മുതൽ തന്നെ തിരക്ക് വളരെ കുറവാണ്. അത്യാവശ്യമുള്ള ആളുകൾ മാത്രം രാവിലെ വന്ന് നിലവിൽ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. വിപുലമായ ക്രമീകരണങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചുകൊണ്ടാണ് ജില്ലയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 4768 ജീവനക്കാരെയും റവന്യൂ റിസർവ് ജീവനക്കാരെയും നിലവിൽ ഇവിടെ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുന്നണികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ NDAക്കുണ്ട്. കാരണം മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ തോട്ടം മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്, BJPക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ദേവികുളം ഉൾപ്പെടെയുള്ള താലൂക്കുകളിലാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ ഒരു BJPയുടെ അംഗത്വം എടുത്തതും അതുകൊണ്ട് തന്നെ കൂടുതൽ വാർഡുകളിൽ വിജയിച്ചു കയറാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇടമലക്കുടി പഞ്ചായത്ത്, അതുപോലെ തന്നെ വട്ടവട പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷമുള്ള ഗ്രാമപഞ്ചായത്തുകളാണ് BJPക്ക്. ഇവിടെയും ഒരു അധികാരത്തിലെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. കൂടാതെ തൊടുപുഴ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണ തൊടുപുഴ നഗരസഭയിൽ 8 വാർഡുകളിലാണ് BJP വിജയിച്ച് കയറിയിരുന്നത്. ഇത്തവണ അത് വർദ്ധിപ്പിച്ച് ഒരു അധികാരത്തിലെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് എന്തായാലും ഒരു ആത്മവിശ്വാസത്തിൽ. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിൽ ഉമാ തോമസ് MLA വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നിഷ ദിലീപ് ഒപ്പം ചേരും. നിഷ, കൊച്ചിയും ഒരു സുപ്രധാന കേന്ദ്രമാണ്. അവിടെ നഗരസഭയടക്കം ആര് ഭരിക്കും എന്നത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നു. NDA വലിയ ആത്മവിശ്വാസത്തിലേറെ മുന്നേറിക്കഴിഞ്ഞു പ്രചാരണ രംഗത്ത്. എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഞാനിപ്പോൾ ഉള്ളത് എളമക്കരയിലെ ഈ പള്ളിനടയിലുള്ള കൊച്ചി കോർപ്പറേഷൻ 35-ാം ഡിവിഷൻ പള്ളിനടയിലുള്ള ബൂത്തിൽ ഉമാ തോമസ് MLA വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് ഉമാ തോമസ് MLA സംസാരിക്കും. ഉറപ്പായിട്ടും ഈ ഭരണത്തിന് എതിരെയുള്ള ഒരു വികാരം തന്നെ ജനങ്ങൾ പ്രകടിപ്പിക്കും എന്ന ഉത്തമ വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും UDF ഭരണത്തിൽ വരും. അത് അടുത്ത നിയമസഭയ്ക്കുള്ള ഒരു തിരിച്ചടി കൂടിയാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഇന്നലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നല്ല പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്പീൽ നൽകണമെന്ന് ഇന്നലെ ഞാൻ നന്നായി പ്രതികരിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അടുത്ത് പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ്. ഏറ്റവും നന്നായിട്ട് ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ എത്താനാവണം. അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ടായാൽ നമ്മൾക്കിവിടെ ചെറിയ ആശങ്കകളുള്ളത്
എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ പല വോട്ടുകളും കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എന്നാൽ പോലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഓരോ UDF സ്ഥാനാർത്ഥിയും വിജയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം. ഈ നടിയാക്രമിച്ച കേസിലെ ഈ അപ്പീൽ പോകാൻ സർക്കാർ കത്ത് നൽകുമോ? അത് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ വിധി എനിക്ക് 200-ലധികം പേജുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിധി എനിക്കൊന്ന് വായിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു ആദ്യത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. അപ്പോൾ ആലോചിക്കുന്നുണ്ട് അത്തരത്തിൽ സമ്പൂർണ്ണ നീതി കിട്ടിയില്ല എന്ന് വേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടതായും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഉറപ്പായിട്ടും സ്ത്രീപക്ഷത്തിന് അല്ലാതെ എനിക്ക് മറ്റൊന്ന് ചിന്തിക്കാനാവില്ല. സ്ത്രീകളോടൊപ്പം PT തോമസ് എങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ കൂടെ നിന്നത്, ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തത്, അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും, അതായത് നാളുകളിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത്. പറഞ്ഞല്ലോ ഈ പ്രോസിക്യൂഷന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടെയുള്ള വിഷയം, അപ്പോൾ ശരിക്കും സർക്കാർ അപ്പീൽ പോകുമെന്നൊക്കെയാണ് പറയുന്നത്. മാഡം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുമോ? ഞാനത് ആലോചിച്ചിട്ടേ ഉള്ളൂ. ഇന്നുവരെ പറയാത്ത കാര്യം ഇപ്പോൾ അവസാനം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വളച്ചൊടിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാനത് നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. അത് ഒരു ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്. ഉമാ തോമസ് MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം.